നമസ്കാരം, മദർ ന്യൂസിലേക്ക് സ്വാഗതം. നമുക്ക് നോക്കാം നിങ്ങളുടെ എനർജി. നിങ്ങൾ അനുഭവിച്ചതായിട്ടുള്ള കഷ്ടങ്ങളും വേദനകളും അതിന് ഒരു പരിണിത ഫലം ഉണ്ടാകുമോ എന്ന് നോക്കാം. പ്ലീസ് കേഡ് മീ മദർ ന്യൂസ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂസിൻ്റെ കറണ്ട് എനർജി എന്താണ്? ഓക്കെ, ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ എനർജി കാർഡ്സിന് നൽകുക. 3 ഓഫ് സോഡിൻ്റെ എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. എല്ലാവർക്കും റെസനേറ്റ് ആകത്തില്ല. റെസനേറ്റ് ആകുന്നവർ മാത്രം എടുക്കുക, അല്ലാത്തവർ വിട്ടുകളയുക. വളരെ വേദന അനുഭവിച്ച്, നിരാശ അനുഭവിച്ച്, ഒറ്റപ്പെടലിലൂടെ കടന്നു പോകുന്നു. തൻ്റെ ഉള്ളിലുള്ള വേദനകൾ പോലും മറ്റുള്ളവരോട് പങ്കുവയ്ക്കുവാൻ സാധിക്കാത്ത വിധം ഉള്ളിൽ ആ വേദന സ്വയം കടിച്ചമർത്തി ജീവിക്കുന്നതായിട്ടുള്ള ചില വ്യക്തികളെ ഈ കാർഡ്സിലൂടെ കാണാൻ സാധിക്കുന്നു. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ വീൽ ഓഫ് ഫോർച്യൂണിൻ്റെ സമയമാണ്. ഒരു സമയത്ത് നിങ്ങൾ നല്ല രീതിയിൽ വേദനിച്ചുവെങ്കിൽ, ഇപ്പം നിങ്ങൾ ഇന്നലെ വരെയുള്ള സമയങ്ങളിലെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വേദന നിങ്ങൾ അനുഭവിച്ച് കഴിഞ്ഞ ഒരു വ്യക്തിയാണെങ്കിൽ ഈ ഒരു സമയം മുതൽ ദ വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. പ്രപഞ്ചം നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു അനുഭവത്തിലേക്ക് പ്രപഞ്ചം നിങ്ങളെ മാറ്റാൻ പോകുന്നു എന്നുള്ളതാണ്. ടവറിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. തകർച്ചയുടെ എനർജി, വളരെ വേദന അനുഭവിച്ചതായിട്ടുള്ള ചില സിറ്റുവേഷൻ ഇവിടെ കാണിക്കുന്നു. പക്ഷേ ആ വേദന എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ പല പ്രാവശ്യം പ്രപഞ്ചം വാണിംഗ് തന്നിട്ടും അതിൽ നിങ്ങൾ പ്രപഞ്ചത്തെ മൈൻഡ് ചെയ്യാതെ ഇരുന്ന ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ആ ഒരു പെയിൻ നിങ്ങളുടെ ലൈഫിലേക്ക് തന്നുകൊണ്ട് നിങ്ങളെ ജീവിതത്തിലേക്ക് ഒരു ഭാഗ്യത്തിലേക്ക് തിരിച്ചു വിടുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് അങ്ങനെ ഒരു വേദന ലൈഫിൽ ഉണ്ടായത്. സഹിക്കുന്നതിലും അപ്പുറമായിട്ടുള്ള ചില സാമ്പത്തിക ബുദ്ധിമുട്ട്, റിലേഷൻഷിപ്പിലെ തകർച്ചകൾ, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചില സ്ഥാപനങ്ങൾ നഷ്ടപ്പെടൽ, ഇതെല്ലാം ഇവിടെ നിങ്ങൾക്ക് അനുഭവിച്ചു. മാനഹാനി ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, അപമാന ഭാരത്തെ ഇവിടെ കാണിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരുടെ വിയോഗത്തെ ഇവിടെ കാണിക്കുന്നുണ്ട്. തകർന്ന അവസ്ഥയിലൂടെ നിങ്ങൾ കടന്നുപോയതായി കാണിക്കുന്നുണ്ട്. ഓക്കെ, പഴയ വേദനകളെ പൂർണ്ണമായും വിട്ടുകളയുവാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല. ശരിയാണ്, നമ്മളുടെ ജീവിതത്തിൽ വേദനകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ മുറിവ് ഉണങ്ങുന്നതിനുള്ള ഒരു സമയം പ്രപഞ്ചം നിശ്ചയിച്ചിട്ടുണ്ട്. പക്ഷേ ആ സമയത്തിനുള്ളിൽ തന്നെ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ സ്വയം ഹീലായി ഉയർത്തെഴുന്നേൽക്കേണ്ടതായിട്ടുള്ള വ്യക്തികളാണ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വിലപിടിപ്പുള്ള ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരാൻ പോകുന്നു. നിങ്ങളുടെ സന്തോഷത്തിന് അത് കാരണമാകുന്നു എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങളിപ്പോൾ പ്രപഞ്ചത്തിൻ്റെ കയ്യിൽ ഒരു വിലയേറിയ മുത്തായി മാറിയിരിക്കുന്നു എന്ന് ഇവിടെ പ്രപഞ്ചം കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം ലഭിക്കുന്നതായിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്നാണ് പ്രപഞ്ചം ഇവിടെ കാണിക്കുന്നത്. അതൊരു പക്ഷേ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തികളിൽ നിന്നായിരിക്കാം, കുടുംബാംഗങ്ങളിൽ നിന്നായിരിക്കാം, സാമ്പത്തിക ഗ്രോത്തുകളിൽ നിന്നായിരിക്കാം. തീർച്ചയായിട്ടും നിങ്ങൾ അനുഭവിച്ച വേദന എന്താണോ അത് നിങ്ങൾ അനുഭവിച്ച വേദനയ്ക്ക് പ്രത്യുപകാരം പ്രപഞ്ചത്തിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. കാരണം വീൽ ഓഫ് ഫോർച്യൂണിൻ്റെ ടൈമാണ്. സമയം നിങ്ങൾക്ക് അനുകൂലമായി മാറുന്നു. നിങ്ങൾ ചെയ്ത നല്ല കർമ്മയുടെ ഫലം നിങ്ങളെ തേടി കാത്തിരിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. 10 ഓഫ് കപ്പിന്റെ എനർജി, ജീവിതത്തിലെ ആ വലിയ വേദനയ്ക്കൊടുവിൽ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ സന്തോഷവും പ്രപഞ്ചത്തിന്റെ ബ്ലെസ്സിങ്ങും നിങ്ങളെ തേടിയെത്തുന്നു. കുടുംബാംഗങ്ങളിലുള്ള ഒത്തൊരുമ, സന്തോഷം, ഇതെല്ലാം നിങ്ങളെ കാത്തിരിക്കുന്നു. ജീവിതത്തിൽ ഈ ഒരു വേദനയിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ ഉടൻ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം തന്നെ സംഭവിക്കും. നിങ്ങൾ ശക്തമായിട്ടുള്ള അഫർമേഷൻ ഈ ഒരു കാർഡിലൂടെ നിങ്ങൾക്ക് സ്വീകരിക്കാവുന്നതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന നല്ല സമയത്തെക്കുറിച്ചാണ് ഞാൻ ഈ പറയുന്നതെന്ന് നിങ്ങളുടെ ഉപബോധ മനസ്സിലേക്ക് ഇത് സ്വീകരിക്കുക. നമ്മുടെ തലച്ചോറിന്റെ ഭാഷ എന്ന് പറയുന്നത് നിറങ്ങളും ചിത്രങ്ങളുമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ചിത്രങ്ങൾ നിങ്ങളുടെ കുടുംബജീവിതമായിട്ടും നിങ്ങളുടെ സന്തോഷമായിട്ടും ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾക്ക് അഫർമേഷൻ ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഏറ്റവും വിലപിടിപ്പുള്ളതായിട്ടുള്ള അനുഗ്രഹത്തിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുക. ഇത് നിങ്ങളുടെ സമയമാണ്. വീൽ ഓഫ് ഫോർച്യൂൺ ആണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ഇനിയും തളർന്നിരിക്കേണ്ട ഒരു വ്യക്തിയല്ല. നിങ്ങൾ ഏറ്റവും അനുഗ്രഹിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങളുടെ മനസ്സിനുണ്ടായിരിക്കുന്ന മുറിവുകളെല്ലാം ഉണങ്ങേണ്ട സമയം നിങ്ങൾക്ക് അതിക്രമിച്ചിട്ടുണ്ടെങ്കിൽ ദയവായി നിങ്ങൾ ഈ ഒരു സമയം നിങ്ങളുടെ ഹീലിങ്ങിന് വേണ്ടി, നിങ്ങളുടെ മനസ്സിൻ്റെ ഒരു തിരിച്ചറിവിന് വേണ്ടിയിട്ട് നിങ്ങൾ ഉപയോഗിക്കുക. ഈ പ്രപഞ്ചം ഈ റീഡിംഗ് നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി തന്നെയാണ് പ്രപഞ്ചം ഇത് നിങ്ങളിലേക്ക് അയക്കുന്നത്. ഓക്കെ, നിങ്ങൾ എന്താണോ ഈ പ്രപഞ്ചത്തിന് നൽകിയത് അത് തിരിച്ച് പ്രപഞ്ചം നിങ്ങൾക്ക് നൽകും എന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത്. പരാജയപ്പെട്ടു പോയ ഏത് സിറ്റുവേഷനിലാണോ ആ സിറ്റുവേഷനിൽ നിന്നും നിങ്ങൾക്ക് ഒരു ഗുഡ് ലക്ക് നിങ്ങളെ തേടി എത്തുന്നതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, വളരെ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. പ്ലീസ് കേഡ് മീ മദർ യൂണിവേഴ്സിൻ്റെ ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ തടസ്സങ്ങൾ ഉണ്ടാകുന്നതിന് അല്ലെങ്കിൽ അനുഗ്രഹത്തിന് തടസ്സമായി ഇരിക്കുന്നതായിട്ടുള്ള പ്രധാന കാരണം എന്താണ്? പ്ലീസ് കേഡ് മീ മദർ യൂണിവേഴ്സ്. എന്താണ് എൻ്റെ വ്യൂസിൻ്റെ ജീവിതത്തിലെ അനുഗ്രഹത്തിന് തടസ്സമായിരിക്കുന്ന പ്രധാന കാരണം എന്താണ്? ഓക്കെ, ഇവിടെ അനുഗ്രഹത്തിന് തടസ്സമായിരിക്കുന്ന പ്രധാന കാരണം എന്ന് പറയുന്നത് മാറ്റത്തെ ഉൾക്കൊള്ളാൻ നിങ്ങൾ തയ്യാറാകുന്നില്ല എന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഡെത്ത് ആൻഡ് റീബർത്തിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അവസാനിച്ചിട്ടുണ്ടെങ്കിൽ ആ അവസാനിച്ചതിനെ നമ്മൾ വീണ്ടും അതിനെ തന്നെ ഓർത്തിരുന്ന് വിഷമിക്കുകയാണെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല. ജീവിതത്തിലെ പഴയ ചില കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും നിങ്ങളുടെ ഉള്ളിൽ പിടിച്ചു വെച്ചിരിക്കുന്നതായി കാണുന്നു. അതൊരു പക്ഷേ സങ്കടമാകാം, വാശിയാകാം, മറ്റുള്ളവരോട് തീർക്കേണ്ട പകയാകാം. എന്ത് തന്നെയാണെങ്കിലും അതിനെ വിട്ടുകളയുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നമുക്ക് ഒരുപാട് ആഗ്രഹമുള്ള ചില കാര്യങ്ങളായിരിക്കാം, ചില ബന്ധങ്ങളായിരിക്കാം. ഇപ്പോഴും നമ്മൾ ആ ഒരു കാര്യത്തെ മുറുകെ പിടിച്ച് നമ്മളിങ്ങനെ നിൽക്കുന്ന അവസ്ഥയാണ്.
നമ്മളൊരു കാര്യം ചിന്തിക്കണം. ഒരു എക്സാമ്പിൾ പറയുകയാണ്. ഒരു റിലേഷൻഷിപ്പ് തകർന്നു പോയി എന്ന് വിചാരിക്കുക. ആ തകർന്നു പോയിട്ട് വീണ്ടും ആ വ്യക്തി, കാരണം ഒരു വ്യക്തി ഉപേക്ഷിച്ച് പോകുക, ഒരു വ്യക്തി സ്റ്റില്ലായിട്ട് നിൽക്കുക. ആ അവസ്ഥയിൽ മനുഷ്യൻ വീണ്ടും വീണ്ടും കരഞ്ഞുകൊണ്ട് എന്നിലേക്കൊന്ന് തിരിച്ചു വരുമോ, എന്നോടൊന്ന് സംസാരിക്കുമോ എന്ന് പറഞ്ഞ് അവരുടെ പിറകെ നമ്മളിങ്ങനെ കരഞ്ഞ് നെഗറ്റീവ് അടിച്ച് നമ്മളിങ്ങനെ ചെല്ലും തോറും അവർ അകന്നകന്ന് പോകുന്നതിൻ്റെ പ്രധാന കാരണം മറ്റൊന്നുമല്ല, നമ്മൾ വളരെ പവർഫുള്ളായിട്ട്, വളരെ പോസിറ്റീവായിട്ട്, സാമ്പത്തികമായും മാനസികമായും ഒക്കെ നമ്മൾ ഹെൽത്ത് പരമായി ഇരിക്കുന്ന ഒരു സമയത്താണ് ഈ വ്യക്തി നമ്മളുടെ ജീവിതത്തിലേക്ക് ആകർഷിച്ചത്. എന്നാൽ നമ്മൾ ഈ കരഞ്ഞു നിൽക്കുന്ന സമയത്ത് നമ്മളുടെ സറൗണ്ടിങ് ഉള്ള എനർജി മുഴുവനും നെഗറ്റീവാണ്. എത്ര കരയുന്നു അത്രത്തോളം അവർ അകന്നു പോകുകയാണുള്ളത്. പക്ഷേ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? എപ്പോഴാണോ അവർ നമ്മളിൽ നിന്നും അകന്നു പോയത് ആ സമയത്ത് നമ്മൾ ചിന്തിക്കണം, നമ്മളുടെ സറൗണ്ടിങ് എനർജി അത്രത്തോളം മോശമായിരിക്കുന്നു. ഒരു വ്യക്തികൾക്ക് നമ്മളിലേക്ക് ആകർഷിക്കുവാൻ സാധിക്കാത്ത വണ്ണം നമ്മൾ വളരെ നെഗറ്റീവും ദുർഗന്ധവും പിടിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് നമ്മളുടെ ഏറ്റവും പ്രിയപ്പെട്ട പാർട്ട്ണർ നമ്മളിൽ നിന്നും അകന്നു പോയിരിക്കുന്നത്. നമ്മൾ പലപ്പോഴും നമ്മുടെ പാർട്ട്ണറിനെ കുറ്റം പറയും, അല്ലെങ്കിൽ അവർ കാരണമാണ് ഇവർ കാരണമാണെന്ന് കുറ്റം പറയും. പക്ഷേ ശരിക്കും ദുർഗന്ധം പിടിച്ചിരിക്കുന്ന ഒരു സ്ഥലത്ത് നിന്ന് ഓടി രക്ഷപ്പെടാനാണ് അതിൻ്റെ സറൗണ്ടിങ് ഉള്ള ആൾക്കാർ ശ്രമിക്കുന്നത്. എന്നാൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു സ്ഥലമാണെങ്കിൽ അവിടെ ആൾക്കാർ വന്നിരുന്ന് ഫുഡ് കഴിക്കാനും, അവിടെ വന്നിരുന്ന് വെള്ളം കുടിക്കാനും, കളിക്കാനും ചിരിക്കാനും ഒക്കെ അവർ ആഗ്രഹിക്കും. ഓക്കെ, അപ്പം നമ്മളുടെ ഭാഗത്തെ തെറ്റുണ്ടെങ്കിൽ, നമ്മുടെ ചക്രാസ് ബ്ലോക്ക് ആണെങ്കിൽ, നമ്മുടെ സറൗണ്ടിങ് എനർജി നെഗറ്റീവ് ആണെങ്കിൽ നമ്മളിൽ നിന്നുള്ള ആൾക്കാരെല്ലാം നമ്മളിൽ നിന്ന് അകന്നു പോകും. ഓക്കെ, ഇപ്പം നിരന്തരമായിട്ട് നമ്മൾ വേറൊരു വ്യക്തിയുടെ നെഗറ്റീവ് ഇങ്ങനെ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ കണ്ണുനീര്, അവരുടെ വേദനകൾ, അവർക്ക് വന്ന പ്രശ്നങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ എങ്ങനെ ഇരുന്ന് കേൾക്കുകയും അതെല്ലാം ഒരു വിഷ്വലൈസ് ചെയ്ത് നമ്മളൊരു സിനിമ കാണുന്നത് പോലെ കണ്ടുകൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ നമ്മളിലേക്കാണ് ആ ഒരു കാര്യം വന്നു ചേരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചങ്ങല പോലെ ഇത് പടർന്ന് പന്തലിക്കും. നെഗറ്റീവിന് അങ്ങനെ ഒരു ഗുണമുണ്ട്. നമ്മൾ വേറൊരാളുടെ കുടുംബജീവിതത്തിലെ തകർച്ച, വേദന, കഷ്ടപ്പാട്, പീഡനങ്ങൾ ഇതെല്ലാം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മളത് ഇപ്പം ഞാൻ ഈ പറയുന്ന സമയത്ത് പോലും നിങ്ങളൊരു സ്ക്രീനിൽ സിനിമ കാണുന്നത് പോലെയാണ് കാണുന്നത്. അപ്പം അത് നമ്മളിലേക്ക് അഫർമേഷൻ ആകുകയാണ്. ഈ അഫർമേഷൻ ആകുന്നത് നമ്മുടെ ജീവിതത്തിൽ അത് സക്സസ് ആയി തീരും എന്നുള്ളതാണ്. അത് പോസിറ്റീവോ നെഗറ്റീവോ എന്നുള്ളതിലല്ല കാര്യം. നമ്മളെന്താണോ വിഷ്വലൈസ് ചെയ്യുന്നത് അത് നമ്മുടെ ലൈഫിലേക്ക് വരും. എന്നാൽ നമ്മൾ അതിനെക്കുറിച്ചെല്ലാം വിട്ടിട്ട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ സക്സസ് വരും എന്നുള്ളതിനെക്കുറിച്ച് മാത്രം ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല ചില കാര്യങ്ങളായിരിക്കും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ പ്രപഞ്ചം പറയുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ വിട്ടുകളയേണ്ടതായിട്ടുണ്ട്. ഓക്കെ, നിങ്ങളെ തന്നെ ക്ലിയർ ആക്കേണ്ടതായിട്ടുണ്ട്. എങ്കിൽ മാത്രമാണ് ടവർ കൊണ്ടുവരണം. ചില സാഹചര്യങ്ങൾ, ചില സിറ്റുവേഷനുകളിൽ, ചില വ്യക്തികളിൽ എല്ലാം നമ്മളൊരു ടവർ കൊണ്ടുവന്നു ഒരു പുതുക്കിപ്പണി നമുക്ക് തീർച്ചയായിട്ടും ആവശ്യമാണ് എന്നുള്ളതാണ്. ഓക്കെ, തകർന്നിരിക്കുന്ന ചില സ്ഥലത്ത് നമ്മൾ വീണ്ടും വീണ്ടും കെട്ടിപ്പൊക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് വീണ്ടും തകർന്നു പോകത്തേ ഉള്ളൂ അല്ലേ? പഴയ തുണികളിൽ പുതിയ വസ്ത്രങ്ങൾ തുന്നിച്ചേർക്കുന്നത് പോലെ ആയി പോകരുത്. നമുക്ക് നശിച്ചു പോയിട്ടുള്ളൊരു കാര്യമാണെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ശരിയാക്കാൻ പറ്റില്ല, ഇനി എത്ര ശ്രമിച്ചിരുന്നാലും അതിൽ ബുദ്ധിമുട്ടാണെങ്കിൽ അതിനെ നല്ല രീതിയിൽ ഇടിച്ച് പൊളിച്ച് ഒന്നേന്നും പറഞ്ഞ് ബിൽഡ് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട് എന്ന് പ്രപഞ്ചം ഇവിടെ പറയുന്നുണ്ട്. നൈറ്റ് ഓഫ് സോഡിൻ്റെ എനർജിയാണ്. അമിതമായിട്ടുള്ള നിങ്ങളുടെ ചിന്തകൾ, ആവേശത്തോടു കൂടിയുള്ള ചിന്തകൾ, എടുത്തുചാട്ടങ്ങൾ, ഇത് നിങ്ങളുടെ ജീവിതത്തിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ ഇത് തടയുന്നു എന്നുള്ളതാണ്. എടുത്തുചാട്ടത്തെ ഇവിടെ പ്രപഞ്ചം നിയന്ത്രിക്കണമെന്ന് പറയുന്നുണ്ട്. മാത്രമല്ല ജഡ്ജ്മെൻറ്റ്, നമ്മുടെ തെറ്റുകുറ്റങ്ങളെ മനസ്സിലാക്കുക, അംഗീകരിക്കുക എന്നുള്ളത് വളരെ പാടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, ഞാൻ തെറ്റുകാരിയാണ് എന്ന് പറയാൻ ഓരോ വ്യക്തികൾക്കും ഭയങ്കര മടിയായിരിക്കും. അങ്ങനെ പറയും, എൻ്റെ ഭാഗത്തും തെറ്റുണ്ട്, എൻ്റെ ജീവിതത്തിലും തെറ്റുള്ളത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്, എൻ്റെ പങ്കാളി എന്നെ വിട്ടുപോകുന്നതിന് അല്ലെങ്കിൽ എന്നോട് ദേഷ്യം കാണിക്കുന്നതിന് ഞാനും ഒരു കാരണക്കാരിയാണ്, എൻ്റെ ഭാഗത്ത് തെറ്റ് ഉള്ളത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്, ജോലി സ്ഥലത്ത് എന്നെ ബോസ് വഴക്ക് പറഞ്ഞതിൻ്റെ കാരണം എൻ്റെ ഭാഗത്തും തെറ്റുണ്ട് എന്ന് അംഗീകരിക്കുന്ന ചില വ്യക്തികൾ അപൂർവം ചിലർ മാത്രമാണ്. അങ്ങനെയുള്ളവരിൽ ഒരുപാട് വാല്യൂ കൊണ്ട് പ്രപഞ്ചം അവരെ അനുഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഇന്ന് പല വ്യക്തികൾക്കും തൻ്റെ തെറ്റുകളെ അവർ അംഗീകരിക്കുന്നില്ല. മാത്രമല്ല മറ്റുള്ളവരിലേക്ക് കുറ്റം ആരോപിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളൊന്ന് കുറ്റം വിധിച്ചുകൊണ്ട് നമ്മളെ നേരെയാക്കി കൊണ്ടുവരേണ്ട ജോലി നമ്മളുടെ തന്നെ ഉത്തരവാദിത്തമായി കണ്ട് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട് എന്നാണ്. നമ്മൾ ഹീൽ ചെയ്യുക. ചില സിറ്റുവേഷനിൽ നിന്ന് നമുക്ക് ഉയർത്തെഴുന്നേൽക്കണമെങ്കിൽ നമുക്ക് ചില കാര്യങ്ങളിലേക്ക് ബാലൻസ് ആവശ്യമാണ് എന്ന് പ്രപഞ്ചം ഇവിടെ പറയുന്നു. അപ്പം നമുക്ക് എന്തെങ്കിലും ജീവിതത്തിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നുവെങ്കിൽ ഈ കാരണങ്ങൾ കൊണ്ടാണ് നമുക്ക് ചില കാര്യങ്ങൾ കടന്നു വരുന്നതിന് തടസ്സങ്ങളായി പോകുന്നത്. ഓക്കെ, മെയ് മാസത്തിൽ എൻ്റെ വ്യൂസിനെ കാത്തിരിക്കുന്നതായിട്ടുള്ള ബ്ലെസ്സിങ് എന്താണ്? പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്. എന്ത് ബ്ലെസ്സിങ് ആണ് എൻ്റെ വ്യൂസിനെ കാത്തിരിക്കുന്നത്? ഓക്കെ, ഇവിടെ ഓവറോൾ എനർജി വന്നിരിക്കുന്നത് 8 ഓഫ് കപ്പാണ്. നഷ്ടപ്പെട്ടു പോയ ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് മടങ്ങിയെത്തും എന്നുള്ളതാണ്.
ഉപേക്ഷിച്ചു പോയത്, നിങ്ങൾക്ക് മിസ്സിങ് ആയിട്ടുള്ളത്. ഓക്കെ, ഇവിടെ 8 കപ്പുകളുണ്ട്. അതിലൊന്ന് നിങ്ങൾക്ക് മിസ്സിങ് ആയിരിക്കുന്ന ഒന്നാണ്. നിങ്ങൾ അന്വേഷിച്ചു പോകുന്നതും നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ആ ഒരു മിസ്സിങ് എനർജിയാണ് നിങ്ങൾ അന്വേഷിച്ചു പോകുന്നത്. തീർച്ചയായിട്ടും ആ എനർജി നിങ്ങളിലേക്ക് കടന്നു വരും എന്നുള്ള ഒരു എനർജി തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ജസ്റ്റിസ് ആണ്, നീതി നിങ്ങൾക്ക് ലഭിക്കുന്നു. മെയ് മാസത്തിലേക്ക് നിങ്ങൾക്ക് ജസ്റ്റിസ് ലഭിക്കുന്നു. നിങ്ങൾക്ക് എന്താണോ നഷ്ടമായത് അത് നിങ്ങൾക്ക് തിരികെ കിട്ടും. അത് അതുപോലെയല്ല കിട്ടുന്നത്, അത് ഇരട്ടിയായിട്ടാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. ഓക്കെ, നിങ്ങൾക്ക് പ്രപഞ്ചത്തിൽ നിന്നുമുള്ള ഒരു ഇൻറ്റ്യൂഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. നിങ്ങൾ ആരാണ്, നിങ്ങളുടെ സോൾ പർപ്പസ് എന്താണെന്ന് മനസ്സിലാക്കി ഓരോ കാര്യങ്ങളിലേക്കും നിങ്ങൾക്ക് ചുവടുവയ്ക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഓക്കെ, പ്രപഞ്ചവുമായിട്ടുള്ള ഒരു കണക്ഷൻ നിങ്ങളിലേക്ക് വരും. മനഃശാന്തി, സമാധാനം, ഇതെല്ലാം നിങ്ങൾക്ക് ആസ്വദിക്കാൻ സാധിക്കുമെന്നാണ് ഇവിടെ പറയുന്നത്. ഉറങ്ങിയിട്ട് തന്നെ വർഷങ്ങളായിട്ടുള്ള വ്യക്തികൾ ഒരുപക്ഷെ ഈ വീഡിയോ കാണുന്നുണ്ടായിരിക്കും. കണ്ണുനീര് തൊടാതെ നിങ്ങളുടെ തലയിണ പോലും ഒരു ദിവസം ഒരു രാത്രി പോലും കടന്നു പോയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് സമാധാനമായി ഉറങ്ങുവാനും നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കുവാനും നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു മാസമായിരിക്കും ഈ വരുന്ന മാസം. ഒളിഞ്ഞിരിക്കുന്നതായിട്ടുള്ള പല സത്യങ്ങളും നിങ്ങളുടെ മുമ്പിൽ കടന്നു വരുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. പുതിയ തുടക്കത്തിന് ഇവിടെ കാരണമാകുന്നുണ്ട്. നിങ്ങൾ വളരെ ഇൻറ്റ്യൂഷനിൽ നിന്നും ചില കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങളടുത്ത് വരുന്ന ഒരു വ്യക്തി, ആ വ്യക്തിയെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വേറെ ആരും പറഞ്ഞിട്ടല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ വഴി അത് ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും. ചില സ്ഥലങ്ങളിൽ കൊണ്ടുവന്ന് നിങ്ങൾ പണം ഇടപാട് ചെയ്യുന്നുവെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഇൻറ്റ്യൂഷൻ ലഭിക്കും. അവിടെ പണം കൊടുക്കാൻ പാടില്ല, ഇതൊരു ചീറ്റിംഗ് എനർജിയാണ് എന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ഉപബോധ മനസ്സിൽ ചില കാര്യങ്ങൾ തോന്നും. ഓക്കെ, അതുപോലെ തന്നെ ചില വ്യക്തികളുമായിട്ടുള്ള റിലേഷൻഷിപ്പിലേക്ക് കടന്നു പോകുമ്പോൾ ആ വ്യക്തി നിങ്ങളെ ചതിക്കുകയാണോ എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഇൻറ്റ്യൂഷൻ ലഭിക്കും. വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു മാസമായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്. യൂണിവേഴ്സുമായിട്ടുള്ള വലിയ ഒരു കണക്ഷൻ ഇതിൽ കാണിക്കുന്നുണ്ട്. മാത്രമല്ല, ജീവിതത്തിൽ ഉണ്ടായിരുന്ന എല്ലാ സ്ഥിതികളെയും നിങ്ങൾക്ക് ബാലൻസ് ചെയ്യുവാൻ സാധിക്കുന്നു എന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ വരുന്നത്. നിങ്ങളുടെ ബോധ മനസ്സിനെയും ഉപബോധ മനസ്സിനെയും നിങ്ങൾക്ക് ബാലൻസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു. ഏത് സാഹചര്യമാണെങ്കിലും, ഇപ്പം നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ, നിങ്ങളുടെ ചുറ്റുപാടും എന്ത് തന്നെയാണെങ്കിലും അതിനെ വളരെ സിമ്പിളായിട്ട് തന്നെ ബാലൻസ് ചെയ്ത് നിങ്ങളുടെ മാനസികാവസ്ഥയെ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. നിങ്ങളെ തകർത്ത വ്യക്തികളുടെ മുമ്പിൽ നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും. ഏത് വിദ്യനെയും നിങ്ങൾ വിജയിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. മാനസികമായി നിങ്ങളെ തകർത്ത വ്യക്തികളുടെ മുമ്പിൽ നിങ്ങളുടെ ചിന്തകൾ കൊണ്ട് നിങ്ങൾക്ക് അതിനെ വിജയിക്കുവാൻ സാധിക്കുന്നു എന്നാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു മാസമായിരിക്കും നിങ്ങൾക്കുണ്ടാകുന്നത്. നിങ്ങളിൽ നിന്ന് വിട്ടുപോയതും നിങ്ങൾക്ക് നഷ്ടമായതും എല്ലാം നേടിയെടുക്കുന്ന ഒരു വിജയത്തിന്റെ എനർജിയാണ് ഇത്. നിങ്ങളുടെ ആയുധബലം കൊണ്ടല്ല നിങ്ങൾ നേടിയെടുക്കുന്നത്, നിങ്ങളുടെ ആത്മീയ ബലം കൊണ്ടാണ് നിങ്ങൾ ഇത് നേടിയെടുക്കുന്നത്. കാരണം പ്രപഞ്ചം നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ടുള്ള എനർജിയാണ് വന്നിരിക്കുന്നത്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. യൂണിവേഴ്സിൻ്റെ ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു, എൻ്റെ വ്യൂസിൻ്റെ ജീവിതത്തിൻ്റെ അടുത്ത ആക്ഷൻ എന്താണ് എൻ്റെ വ്യൂസ് ചെയ്യേണ്ടത്? ജീവിതത്തിൽ നന്മയ്ക്ക് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള അടുത്ത ആക്ഷൻ എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. യൂണിവേഴ്സിൻ്റെ ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു, അടുത്ത ആക്ഷൻ എന്താണ്? 6 ഓഫ് സോഡ്. നിങ്ങൾ ചില കാര്യങ്ങളെ വിട്ട് ഉപേക്ഷിച്ച് മുന്നോട്ട് പോകുക എന്നാണ് പ്രപഞ്ചം പറയുന്നത്. ഓക്കെ, അങ്ങനെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ സന്തോഷങ്ങൾക്കുള്ള ഒരു സമയമാണ് വരുന്നത്. ഇത് നിങ്ങൾക്ക് പ്രപഞ്ചം നിങ്ങൾക്ക് ഇൻറ്റ്യൂഷനിലൂടെ നൽകുന്ന ഒന്നാണ്. ഹെർമിറ്റിൻ്റെ എനർജിയാണ്. നിങ്ങളുടെ സോൾ പർപ്പസ് എന്താണെന്ന് മനസ്സിലാക്കി നിങ്ങളുടെ സാഹചര്യങ്ങളെ നിന്ന് നിങ്ങൾ മാറുക എന്നാണ്. നിങ്ങളെ വേദനിപ്പിക്കുകയും നിങ്ങളെ തകർക്കുകയും ദിനം കണ്ണുനീരിലാക്കുകയും നിങ്ങളുടെ സെൽഫ് റെസ്പെക്ട്, സെൽഫ് ലവ് ഇതിനെല്ലാം കുറയ്ക്കുന്നതായിട്ടുള്ള എന്ത് സാഹചര്യമാണോ ആ സാഹചര്യത്തിൽ നിന്നും നിങ്ങൾ മൂവ് ഓൺ ചെയ്യുക എന്നാണ് പ്രപഞ്ചം പറയുന്നത്. ജീവിതത്തിൻ്റെ പുതിയ തുടക്കങ്ങൾ ജീവിതത്തിന്റെ ഒരു സൈക്കിൾ അവസാനിപ്പിച്ചുകൊണ്ട് മറ്റൊരു സൈക്കിളിലേക്ക്, മറ്റൊരു ജീവിത ചക്രത്തിന്റെ തുടക്കത്തിലേക്ക് നിങ്ങൾ മുന്നോട്ട് വരിക എന്ന് പ്രപഞ്ചം പറയുന്നുണ്ട്. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ മനസ്സിനും സന്തോഷത്തിനും വളരെ അനുഗ്രഹം നൽകുന്നതായിട്ടുള്ള ഒന്നാണ്. നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്നതായിട്ടുള്ള അമിതമായ ഉത്കണ്ഠകൾ, അതുപോലെ തന്നെ കോൺഫ്ലിക്റ്റുകളെല്ലാം നിങ്ങൾ തിരുത്തിക്കൊണ്ട് ശാന്തമായ അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് നിങ്ങൾക്ക് പുതിയ തുടക്കങ്ങളിലേക്കും പുതിയ സൗഭാഗ്യങ്ങളിലേക്കും കടന്നു പോകാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നാണ് പ്രപഞ്ചം ഇവിടെ പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ നിലവിലെ നിങ്ങളെ വേദനിപ്പിക്കുന്ന സാഹചര്യം എന്താണോ അതിന് ഗ്രാറ്റിറ്റ്യൂഡ് പറയുക, ഹോപ്പണപ്പോൺ പറയുക. താങ്ക് യു, എൻ്റെ ജീവിതത്തിൽ നീ ഉണ്ടായിരുന്നതിന് ഞാൻ നന്ദി പറയുന്നു. അത് ഏത് സാഹചര്യമാണെങ്കിലും അതിന് നന്ദി പറയുക. കാരണം അത് ഉള്ളത് കൊണ്ടാണ്. നമ്മളെ വേദനിപ്പിക്കുന്ന സിറ്റുവേഷൻ ആയിക്കോട്ടെ, നമ്മളെ സന്തോഷിപ്പിച്ച സിറ്റുവേഷൻ ആയിക്കോട്ടെ, എന്ത് തന്നെയാണെങ്കിലും ആ നിലവിലെ സാഹചര്യത്തിന് ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. ഓക്കെ, എന്നെ ഇത്രയും പവർ ആക്കിയത്, എൻ്റെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവിന് കാരണമാക്കിയത് ആ ഒരു സാഹചര്യമാണ്. ആ സാഹചര്യത്തിലും ആ സാഹചര്യത്തിന് ഇടയായ വ്യക്തികളാണെങ്കിലും സ്ഥാപനമാണെങ്കിലും അതിന് നന്ദി പറയുക. കാരണം ആ നന്ദി പറഞ്ഞെങ്കിൽ മാത്രമേ നമ്മുടെ ആ ജീവിതത്തിൽ നിന്നും ആ ഒരു നെഗറ്റീവിൻ്റെ പൂർണ്ണമായിട്ടുള്ള അഴുക്കുകൾ ഒഴുകി പോവുകയുള്ളൂ. എങ്കിൽ മാത്രമേ നമുക്ക് പുതിയ ചില അവസരങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് കടന്നു വരികയുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ വിട്ട് ഉപേക്ഷിച്ച് മുന്നോട്ട് പോകണമെങ്കിൽ തീർച്ചയായിട്ടും മുന്നോട്ട് പോകുക. മൂണിൻ്റെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഹെർമിറ്റിൻ്റെ എനർജി വന്നിരിക്കുന്നു. നിങ്ങളെ തന്നെ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഉള്ളിൽ പ്രപഞ്ചം സംസാരിക്കുന്നുണ്ട്. അത് കേൾക്കണമെങ്കിൽ നമുക്ക് നമ്മളുടെ ഉള്ളിലേക്ക് നമ്മൾ ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ നമുക്ക് മനസ്സിലാകുകയുള്ളൂ. കാരണം നമുക്ക് ചുറ്റും നമ്മളുടെ ആ ഒരു കോൺഫ്ലിക്റ്റ് എനർജി, നമ്മളുടെ എനർജി ആവശ്യമില്ലാത്ത പല കാര്യങ്ങളിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്ത് അത് നശിപ്പിച്ച് കളയുകയാണ്. നമ്മൾ ഒരുപക്ഷെ നമുക്കൊരു ഉപയോഗവും ഇല്ലെങ്കിലും ആരുടെയെങ്കിലും ഒക്കെ നെഗറ്റീവ് വാക്കുകൾ അവരുടെ ജീവിതത്തിൽ ഇങ്ങനെ ഉണ്ടായി, അവർക്ക് പണമില്ല, അവർക്ക് കടമാണ്, അങ്ങനെ
അങ്ങനെയാണ് ഇങ്ങനെയാണ് അങ്ങനെയുള്ളത് നമ്മൾ കേൾക്കും. അവരങ്ങനെ പ്രശ്നങ്ങൾ ഇങ്ങനെ പ്രശ്നങ്ങൾ എന്നുള്ളത് കേട്ടുകൊണ്ടിരിക്കും. അതെല്ലാം നമ്മളുടെ എനർജിയെ നഷ്ടപ്പെടുത്തുകയും ഗ്രോത്തിനെ നഷ്ടപ്പെടുത്തുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് നമ്മുടെ എനർജിയെ നഷ്ടപ്പെടുത്തുന്ന എന്ത് തന്നെയാണെങ്കിലും, അത് സോഷ്യൽ മീഡിയ ആണെങ്കിലും ശരി തന്നെ, ചില വ്യക്തികളുടെ സംസാരമാണെങ്കിലും സാന്നിധ്യമാണെങ്കിലും അതിനെ പൂർണ്ണമായും ഒഴിവാക്കുക എന്നാണ് പ്രപഞ്ചം പറയുന്നത്. നിങ്ങൾ മുന്നോട്ട് പോകുക, നിങ്ങൾക്ക് പുതിയ അവസരങ്ങൾ കാത്തിരിക്കുകയാണ്, നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്ക് ശ്രദ്ധിക്കുക എന്ന് പ്രപഞ്ചം പറയുന്നുണ്ട്. ഓക്കെ, വളരെ പവർഫുൾ ആയിട്ടുള്ള വളരെ അനുഗ്രഹിക്കപ്പെട്ടിട്ടുള്ള മെസ്സേജാണ് പ്രപഞ്ചം നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് എല്ലാവർക്കും ഇത് അംഗീകരിച്ച് മുന്നോട്ട് പോകാം. പ്രപഞ്ചം നിങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട മാസം നൽകട്ടെ എന്ന് അനുഗ്രഹിക്കുന്നു. താങ്ക് യു. ഗോഡ് ബ്ലസ് യു. എല്ലാവർക്കും ശുഭദിനം.